ഇനി ചേട്ടാ ഈ മിനി സ്ക്രീനിലേക്ക് ചേട്ടൻ വന്നത് എങ്ങനെയാ? അപ്പോൾ ഞങ്ങൾ പിന്നീട് ഈ റിക്രിയേഷൻ ക്ലബിൻ്റെ ഓഫീസ് റിക്രിയേഷൻ ക്ലബിൻ്റെ ഭാഗമായിട്ട് നാടകങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഒരുപാട് നിബന്ധനകളുണ്ട്. അത് പിന്നെ അതിൻ്റെ അക്കൗണ്ട്സൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. പിന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ മാത്രമേ പുറത്തുനിന്ന് എടുക്കാവൂ, ബാക്കി എല്ലാവരും അവിടുത്തെ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് തന്നെ വേണം. അപ്പോൾ അത് നാടകത്തിന് ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പോലെ തോന്നി നമുക്ക്. അപ്പോൾ ഈ ഞങ്ങളുടെ റിക്രിയേഷൻ ക്ലബിന് പുറത്തൊരു നാടക സംഘം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ഞങ്ങളൊരു തീരുമാനമെടുത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു സംഘം ഉണ്ടാക്കി. അത് നാട്യഗൃഹം. ഈ നാട്യഗൃഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും നരേന്ദ്രപ്രസാദിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നരേന്ദ്രപ്രസാദ് എഴുതിയ നാടകങ്ങളും പിന്നെ ഒരുപാട് വിദേശ നാടകങ്ങളും ഒക്കെ അവതരിപ്പിച്ചു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാടക സംഘത്തിൽ പിന്നീട് മുരളി വരുന്നു. മുരളി നാട്യഗൃഹത്തിൽ ജോയിൻ ചെയ്യുന്നു. നാട്യഗൃഹത്തിൽ അവസാനമായിട്ട് ഞങ്ങളുടെ ഈ വലിയ എൽഡർലി ഗ്രൂപ്പിൽ ഞാൻ നരേന്ദ്രപ്രസാദ് ഞാൻ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ, അലിയാർ സാറ്, പിന്നെ കൈതപ്രമാണ് ഞങ്ങളുടെ എല്ലാ പാട്ടുകളും പാടിയിരുന്നത്. കൈതപ്രത്തിൻ്റെ അനിയൻ വിശ്വനാഥനായിരുന്നു എല്ലാത്തിൻ്റെയും താളം. ഭയങ്കര ട്രൂപ്പ. അതാ ഞങ്ങളുടെ ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും ശരിക്കും ഒരു പേടിയായിരുന്നു. ഒരു മത്സരത്തിനൊക്കെ പോകുമ്പോൾ ശരിക്കും പേടിയായിരുന്നു ഞങ്ങളുടെ ട്രൂപ്പിനെ. അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങളെല്ലാം ആദ്യമേ തുടങ്ങി. അതിനുശേഷമാണ് മുരളി ജോയിൻ ചെയ്തത്. അവസാനം ജോയിൻ ചെയ്തെങ്കിലും ആദ്യം ഇത് വിട്ടിട്ട് സിനിമയിലോട്ട് പോകുന്നത് മുരളിയാണ്. സിനിമയിലോട്ട് പോകുന്നത് മുരളിയാണ്. മുരളി ആദ്യം പോയി. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രപ്രസാദ് സിനിമയിലായി. അപ്പോഴും ഞങ്ങൾ നാടകമാണ് വലുതെന്നൊക്കെയുള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രസാദ് സാറിനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഒരു ദൂരദർശനിലെ ഒരു 1985 ഇവിടെ മലയാളം ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രം ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 7:30 മറ്റോ ന്യൂസായിരുന്നു. മലയാളത്തിൽ ന്യൂസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാ സമയവും ഡെലിവറിയിലായിരുന്നു. 86 അവർ പുതുതായിട്ട് ഈ പിന്നെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അതിൽ അപ്പോൾ ആദ്യകാലങ്ങളിൽ അവരുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻസാണ് എല്ലാം. അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, വേറെ പുറത്ത് കൊടുക്കുന്നതല്ല. അങ്ങനെ ആദ്യകാലങ്ങളിൽ 86 ചെയ്ത ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ സ്കിറ്റ് എന്ന് പറയാവുന്ന ഒരു ഇതാണ് കുഞ്ഞയ്യപ്പൻ. അതൊരു കാർട്ടൂണിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സ്കിറ്റാണ്. അതൊരു സക്സസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ഇത് 86 പിന്നെ 89 മതിലുകൾ എന്ന് പറയുന്ന സിനിമ. ചേച്ചിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. അതിനകത്ത് സ്ത്രീകളെ കാണിക്കുന്നില്ല. അതിൽ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് പേരില്ല. ഇപ്പോൾ ഏത് കഥാപാത്രം അവതരിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് പേരില്ല. അതിലൊരു ഊരും പേരും ഇല്ലാത്തൊരു കഥാപാത്രം. അതായത് ഈ ജയിലിൽ ഈ ആൺ ജയിലും പെൺ ജയിലും ഉണ്ട്. ഇതിനിടയ്ക്ക് ഒരു മതിൽ. ഈ മതിലിലൊരു ഇവന്മാരെല്ലാം കൂടെ ഒരു തുള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ തുളയിൽ കൂടിയാണ് ഈ പരസ്പരം സ്നേഹവും പ്രേമവും ഒക്കെ കൈമാറിയിരുന്നത്, ഈ ആൺതടവുകാരും പെൺതടവുകാരും. ഈ തുളയെ ഒരു വാടൻ വന്ന് അടയ്ക്കും. കുശാണ്ടൻ വാടൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര ക്രൂരനായ വാടൻ. ഈ കഥ ബഷീറിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രം. ശരിക്കും ചേട്ടാ, ഈ വിഷ്വൽ മീഡിയ വന്നേ പിന്നാണോ ഈ നാടകത്തിന് അത്രയും പ്രാധാന്യം പോയേ? അത് അങ്ങനെ ഒരു പഴി വിഷ്വൽ മീഡിയയ്ക്ക് ഉണ്ട്. ഇല്ല, കാരണം വിഷ്വൽ മീഡിയ ഇതിനേക്കാളും മുന്നേറിയ രാജ്യങ്ങൾ, ഞാൻ ജപ്പാനിൽ പോയിരുന്നു. ജപ്പാനിൽ ഈ വിധേയൻ അവിടുത്തെ ഫെസ്റ്റിവലിന് സെലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടറുടെ കൂടെ അതിൽ ആക്ടർക്ക് ഒരാൾക്ക് പോവാം. അങ്ങനെ എന്നെ കൂടെ പുള്ളി കൊണ്ടുപോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവരുടെ ഒരു നാടക രൂപമുണ്ട്, കബൂക്കി എന്നാണ് പറയുന്നത്. അത് അവിടുത്തെ ഒരു തിയേറ്ററിൽ കാണിക്കുകയാണ്. അത് 365 ദിവസവും നാടകം കളിക്കുന്ന ഒരു തിയേറ്ററാണ്. 50,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയമാണ്. അപ്പം ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്യാതെ അവിടെ അപ്പോൾ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് അതിൻ്റെ ഏറ്റവും പുറകിലത്തെ ഒരു സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒന്നും കാണാൻ പറ്റില്ല സ്റ്റേജ് കിടക്കുന്നത്. അതുകൊണ്ട് അവർ വലിയ ഉപകാരം ചെയ്തു തരും. അവരൊരു ബൈനോക്കുലേഴ്സ് തരും.
എന്നിട്ട് ബൈനോക്കുലേഴ്സ് തന്നിട്ട് ചെയ്യുന്നത് അത് കൊണ്ടുവയ്ക്കണം. വെച്ച് Okay. എന്നിട്ട് ഒരു ഹെഡ്ഫോൺ തരും, അതിൽ കൂടെ മറ്റേ ട്രാൻസ്ലേഷൻ കേട്ടോണം. അല്ല ട്രാൻസ്ലേഷൻ വരും. ഓ ട്രാൻസ്ലേഷൻ ജർമ്മൻ അല്ലേ ജാപ്പനീസ് ജപ്പാൻ. ഓക്കെ, ജാപ്പനീസിലാണ് പറയുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷനും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ബൈനോക്കുലർ മൊത്തം ഈ മറ്റേ ഫിറ്റ് ചെയ്ത് മറ്റേ ICU ഇരിക്കുമ്പോഴൊക്കെയാണ് കിടക്കും പോലെയൊക്കെ ആയിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ഈ നാടകം, അങ്ങനെ ഇരുന്ന് നാടകം കാണാൻ 365 ദിവസവും നാടകം കാണാൻ ജപ്പാനിലെ ആളുണ്ടെങ്കിൽ, ഇത്രയും വികസിത രാജ്യത്ത്, ഇത്രയും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വികസിച്ച രാജ്യത്ത് ഇത്രയും പേര് നാടകം കാണാനുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായിക്കൂടാ? അപ്പോൾ കാരണം അതല്ല, നമ്മൾ നാടകത്തെ വെറുപ്പിച്ചു. അതാണ്, നാടകത്തെ പ്രേക്ഷകരിൽ നിന്ന് അകറ്റി നിർത്തി. നാടക ബാഹ്യമായ ഒരുപാട് കാര്യങ്ങൾ നാടകത്തിൽ കുത്തിക്കയറ്റി നാടകത്തെ ഒരു വികല രൂപമാക്കി, വികല കലാരൂപമാക്കി. അതിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി. നാടകത്തിൻ്റെ ഒരു തനിമയുണ്ട്, ആ തനിമയെ നഷ്ടപ്പെടുത്തി.